അധികൃതരുടെ അനാസ്ഥ മൂലം വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് തൃപ്പൂണിത്തുറ തണ്ണീർച്ചാൽ പാർക്ക്. ചെറിയ ചെലവിൽ കുട്ടികൾക്ക് കളിസ്ഥലം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പണിത പാർക്കാണ് ഇപ്പോൾ കാട് കയറി നശിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഈ അവധിക്കാലത്തിന് മുൻപ് തുറന്നു കൊടുക്കുമെന്ന വാഗ്ദാനവും പാഴ്വാക്കായി. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് അനാസ്ഥയുടെ പാർക്ക്. വലിയ മുതൽ മുടക്കി 2015-ൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കുട്ടികൾക്കായി പണിത പാർക്കാണ് കാടുകയറി നശിക്കുന്നത്. ഓപ്പൺ തിയേറ്ററും നിരവധി റൈഡുകളും ബോട്ടിംഗും ഒക്കെ ഉൾപ്പെടുത്തി പണിത പാർക്കിൽ 2 കൊല്ലം മാത്രമാണ് കുട്ടികൾ കളിച്ചത്. കോവിഡ് മൂലം അടച്ചതിൽ പിന്നെ പാർക്ക് തുറന്നിട്ടില്ല. പാർക്കിൽ മുതിർന്ന പൗരന്മാർക്ക് നിർമ്മിച്ച പകൽ വീടും സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. മീറ്റിംഗ് ഒരു ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ പരിസരത്തുള്ള കുട്ടികൾക്കൊന്നും വേറെ വലിയ പാർക്കുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ല. എറണാകുളത്തൊക്കെ പോയാലേ നിവൃത്തിയുള്ളൂ. നാട്ടുകാരുടെ നിരന്തര പ്രതിഷേധങ്ങളെ തുടർന്ന് പലതവണയായി പേരിന് ചില അറ്റകുറ്റപ്പണികൾ നടത്തി. അമൃത സ്കീമിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപയും GCDA 1 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നൽകിയെന്നും മുനിസിപ്പാലിറ്റി പറയുന്നുണ്ടെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് പരാതി. ഇത് ആദ്യമേ 2 ലക്ഷം രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന പാർക്കാണ്. അത് ഓരോ മാസം കഴിയുന്നതോറും ഓരോ വർഷം കഴിയുന്നതോറും വരുമാനം കൂടിക്കൂടി വരിക അല്ലാണ്ട് കുറയത്തില്ല. പക്ഷേ ഇവിടെ വരുമാനം തീരെ ഇല്ലാതെ പോയി ഈ പാർക്കിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഈ പാർക്ക് ഇവിടെ കൊണ്ടുവന്ന് MCF നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ എതിർത്ത് ഇവിടുന്ന് മാറ്റി കൊണ്ടുപോയി. പക്ഷേ അതിന് ശേഷം ഈ പാർക്ക് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ നഗരസഭയുടെ ലക്ഷ്യം. അതായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നത്. മാസം 2.5 ലക്ഷം രൂപയിലധികം വരുമാനമുണ്ടായിരുന്ന പാർക്കിന് പുതുജീവൻ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്തുള്ള കുട്ടികൾക്ക് മറ്റു കളിസ്ഥലങ്ങളില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. മറ്റൊരു അവധിക്കാലം കൂടി കഴിയുകയാണ്. തണ്ണീർച്ചാൽ പാർക്ക് വീണ്ടും അടഞ്ഞു തന്നെ. ഇനിയും എത്ര നാൾ കൂടി കാത്തിരിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.